നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ച. നമ്മളിന്ന് ട്രേഡ് എടുത്തിട്ടില്ല. കാരണം നമ്മൾ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് പോകേണ്ടി വന്നുകൊണ്ട് ഇന്ന് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ചിലരൊക്കെ കമൻറ്റിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് നമ്മൾ റിപ്ലൈകൾ നേരിട്ട് കമൻറ്റിൽ തന്നെ കൊടുത്തു. അതുകൂടാതെ മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൊതുവിൽ ആൾക്കാർക്കുണ്ടായേക്കുന്ന നല്ല കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടികളും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ, ഇന്നത്തെ ട്രേഡ് നമ്മൾ ചെയ്തിരുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മളുടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആ ട്രേഡ് എടുക്കുമായിരുന്നു, എടുത്താൽ എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നലത്തെ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു. ഇന്ന് രാവിലെ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് വെച്ചു. അതിനുശേഷം അതിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് പ്രൈസ് ആക്ഷൻ ലൈനിന് മുകളിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസിങ് തന്നു. വീണ്ടും ഇന്നത്തെ ലോ ഒന്ന് റീടെസ്റ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ കാണുന്ന മഞ്ഞ ലൈൻ വരുന്നത് നമ്മളുടെ 4 അവർ ചാർട്ടിലെ ട്രെൻഡ് ലൈനാണ്. അതുപോലെ തന്നെ ഒരെണ്ണം മുകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്. ഈ ട്രയാങ്കിൾ പാറ്റേണിനെ എങ്ങോട്ടേക്കാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലേക്ക് വലിയൊരു മൂവ് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇന്നലെ ലോസ് അടിക്കുകയുണ്ടായി. നിങ്ങൾ ആ ന്യൂസൊക്കെ കണ്ടു കാണുമായിരിക്കും. അതായത് BSEയുടെ സൈറ്റിലുണ്ടായ എറർ കാരണം 1 മണിക്കൂറോളം ട്രേഡിംഗ് തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത എൻട്രി അനുസരിച്ച് നമുക്കിവിടെ 1:2 എബോവ് നമുക്കിവിടെ ഇന്നലെ കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് ലോസാണ് അടിച്ചത്. ഇതിനുള്ളൊരു കാരണം, ആ എറർ സംഭവിച്ച അതേ സമയം പാനിക്കായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രേഡ്, സ്വാഭാവികം, നമ്മളാണെങ്കിലും പാനിക്കായി കഴിഞ്ഞാൽ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ന്യൂസ് പൊതുവേ കേൾക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങൾ അറിഞ്ഞത് ട്രേഡിനൊക്കെ ശേഷമാണ്. പക്ഷേ ഇവിടെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ പാനിക്കായി, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന പൊസിഷൻ എന്തവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ആൾക്കാർ ക്ലോസ് ചെയ്ത് പോകും. അങ്ങനെ സംഭവിച്ചപ്പോഴാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിരുന്നു, വീണ്ടും അങ്ങോട്ട് തന്നെ മാർക്കറ്റ് നമ്മുടെ സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്തിരുന്നു. അത് കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് ഒരു ക്ലോസിങ് തന്നു. അതിനുശേഷം ഒരു റീടെസ്റ്റ് വന്നു. വീണ്ടും ഈ ഒരു റെഡ് ക്യാൻഡിൽ, നമ്മളെങ്ങനെ ട്രേഡ് എടുക്കാറുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. റെഡ് ക്യാൻഡിലുകളുടെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിലുകളുടെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടില്ല. ഓക്കെ. ഒപ്പം റെഡ് ക്യാൻഡിലിന് ഇവിടെ ഹൈ ബ്രേക്കായി, പ്രൈസ് ആക്ഷൻ ലൈനിന് മുകളിലെത്തി. ഈ ഒരു ക്യാൻഡിലിൽ നെക്സ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ഈ ഒരു സമയത്തായിരിക്കും നമ്മൾ പ്രോബബിളി എൻട്രി എടുക്കാൻ സാധ്യത. അങ്ങനെ നമ്മൾ ഇന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ 0.5% നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടാവും. 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ട്രിഗർ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നില്ല. പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെയാണുള്ളത്. ഈ ഒരു ലൈൻ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3.45 ഉണ്ട്. ഓക്കെ. അപ്പോൾ 1:2 മുകളിൽ എവിടെ നമ്മൾ എക്സിറ്റ് എടുത്താലും കുഴപ്പമില്ല. 1:3 മുകളിലും ഇവിടെ നമുക്ക് സുഖകരമായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ഇന്നൊരു പ്രോഫിറ്റ് ഡേ ആകുമായിരുന്നു. ഓക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻട്രി എടുത്തുകൊണ്ടിരിക്കുന്ന NTPCയിലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതും കൂടെ ഒരു സംശയം ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു സംശയമാണ്. അതിനെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ അതിനുള്ള കാരണവും കൂടെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിനി ആൾക്കാരുടെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിനകത്ത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റ് സിസ്റ്റത്തിൽ സേവ് ചെയ്യുന്നത്? ഞാനിവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഗൂഗിളിൻ്റെ ഷീറ്റാണ്. ഈ ഗൂഗിൾ ഷീറ്റ് നമുക്ക് എൻ്റെ ഈ ലാപ്ടോപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതല്ല നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി മറ്റാരുടെയെങ്കിലും സിസ്റ്റം യൂസ് ചെയ്യേണ്ടി വന്നാലും നമ്മളുടെ ഈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ ഗൂഗിൾ ID ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്പ്രെഡ്ഷീറ്റ് അതിലും എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ എക്സലോ അതുപോലെയുള്ള ഏതെങ്കിലും
സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമായിരിക്കും നമുക്കൊരു പക്ഷേ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ വിൻഡോസ് അല്ല വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ എക്സൽ അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് ഗൂഗിൾ ഷീറ്റ് ആകുമ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം ഏതായാലും കുഴപ്പമില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായാലും കുഴപ്പമില്ല, നമുക്കൊരു ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാൽ അതിൽ ത്രൂ നമുക്ക് ആ സ്പ്രെഡ്ഷീറ്റിലേക്ക് കയറാൻ പറ്റും. ഇവിടെ നമ്മൾ അതൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഗൂഗിൾ ഡോക്ക് ഇവിടെ കണ്ടല്ലോ, ഗൂഗിൾ ഡോക്സ് ഓൺലൈൻ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡോക്യുമെൻ്റ് എഡിറ്റർ, ഗൂഗിൾ വർക്ക് സ്പേസ്, ട്രൈ ഡോക്ക് ഫോർ ഗൂഗിൾ ഗോ ടു ഡോക്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ്, ഇത് ഗൂഗിളിൻ്റെ ഡോക്യുമെൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഗൂഗിളിൻ്റെ എക്സൽ ഷീറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഷീറ്റ്സ്, ഗൂഗിൾ ഷീറ്റ്സ്, ജിമെയിൽ, ഗൂഗിൾ മീറ്റ്, സ്ലൈഡ്, ചാറ്റ്, കലണ്ടർ, അങ്ങനെ ഗൂഗിളിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഗൂഗിൾ ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ദിസ് ഷീറ്റ് ഫോർ വർക്ക്, ഫോർ സ്മാൾ ബിസിനസ്, ഫോർ എൻ്റർപ്രൈസസ്, അങ്ങനെയൊക്കെ ഇവിടെ ഇത് പേ ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഞാൻ പേ ചെയ്തിട്ടല്ല യൂസ് ചെയ്യുന്നത്. പകരം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കണ്ടു കാണും ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത ഷീറ്റ്, അതിപ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്നാകെ ഏതിൽ നിന്നാണോ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യും. ആ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മറ്റുള്ള യൂട്യൂബിൽ തന്നെ ആരെങ്കിലും ചെയ്തിട്ടേക്കുന്ന വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഗൂഗിൾ ഡോക്സിൽ വന്നിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ് നേരിട്ട് എടുക്കാൻ പറ്റും. ഗൂഗിൾ ഷീറ്റ്സ് ഓൺലൈൻ ഫ്രീ. ഗൂഗിൾ ഡോക്കിനത് ഇവിടെ നേരിട്ട് ഗൂഗിൾ ഷീറ്റ്സ് സൈൻ ഇൻ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കയറി പോവാം. അതിനകത്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഷീറ്റിനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇത് കണ്ടോ, എൻ്റെ ട്രേഡിങ് ഞാൻ ഇതിനകത്താണ്. അപ്പോൾ ഇതിവിടെ ബുക്ക് മാർക്കറ്റായിട്ട് അവിടെ കിടപ്പുണ്ടാകും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് ബുക്ക് അവിടെ ഓപ്പൺ ആകും. ഓക്കെ, അപ്പോൾ ഷീറ്റ്സ് എടുക്കുന്ന ഏകദേശം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒത്തിരി വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആവശ്യം പോലെ അതൊന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതാണ്, ഡേ ട്രേഡിനുള്ള സ്റ്റോക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ ഡേ ട്രേഡിനുള്ള സ്റ്റോക്സ് നമ്മൾ പല രീതിയിൽ സെലക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. സോ നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒരു റിപ്പീറ്റേഷൻ തരുന്നില്ല. അതിന് പകരം ആ വീഡിയോസ് എവിടെയാണ് കിടക്കുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മേക്കിംഗ് വാച്ച് ലിസ്റ്റ് യൂസിങ് ATR. അപ്പോൾ ഈ ATR വെച്ചിട്ട് എങ്ങനെ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ആ വാച്ച് ലിസ്റ്റിലുള്ള ഷെയറുകളിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡേ ട്രേഡിനുള്ള ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് അതിനകത്തുനിന്ന് കണ്ടെത്താൻ പറ്റും. അതൊരു രീതിയാണ്. പിന്നെയുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഡേ ട്രേഡിന് എങ്ങനെ ശരിയായ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാം. ഈ ഒരു വീഡിയോ നമ്മൾ ഒരു മാസം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രീതി എങ്ങനെ ആ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. പിന്നീട് ഒരെണ്ണം നമ്മൾ വേറെ ചെയ്തിരുന്നു, അതും കൂടെ ഞാനൊന്ന് നോക്കിയിട്ട്, അതാണ് പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റയുടെ പ്രാധാന്യം ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 വീഡിയോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ട് ചോദിച്ച ഇല്ലെങ്കിൽ ആ ഡൗട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന 3 വീഡിയോസ് ഒന്ന് കണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും.
അപ്പോൾ ആ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കാം? അത് വളരെ നല്ല ചോദ്യമാണ്. കാരണം കൂടുതൽ ട്രേഡ് എടുക്കുമ്പോൾ എന്താണ് ഗുണം, എന്താണ് ദോഷം, അത് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കിവിടെ കാണിക്കാനുണ്ട്. നമ്മൾ ട്രേഡ് തുടങ്ങിയത് മെയ് 24-ാം തീയതിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇങ്ങോട്ട് വന്നിട്ട് കുറേ ദിവസങ്ങൾ നമുക്ക് ലോസ് കിട്ടി. ഈ ലോസ് കിട്ടിയതിനകത്ത് കണ്ടോ, ഇവിടെ ഒരു സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ബിഗിനേഴ്സ് എങ്ങനെ ട്രേഡ് ചെയ്ത് തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സിംഗിൾ സ്റ്റോക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു ക്വാണ്ടിറ്റി മാത്രം വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു ദിവസം വന്നിട്ട് ലോസ് അടിച്ചേക്കുന്ന 982 ഇത് സംഭവിച്ചതൊരു വലിയ മിസ്റ്റേക്കാണ്. ഒരു ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് നമ്മൾ എൻട്രി ചെയ്ത് വന്നപ്പോൾ ഹറിബറിയായിട്ട് ചെയ്തപ്പോൾ ഒന്നിന് പകരം 11 നമ്മൾ ക്വാണ്ടിറ്റി ഇട്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞപ്പോൾ അന്ന് ലോസ് അടിച്ചപ്പോൾ കിട്ടിയത് വലിയൊരു ലോസാണ്. ഓക്കെ, ഏതാണ്ട് 3% അപ്പോൾ ലോസ് വന്നു. സാധാരണ 0.5% നമ്മൾ ലോസ് കൊടുക്കുന്നത്, പക്ഷേ അത് ഇത്രയും വലിയ ക്വാണ്ടിറ്റിയുടെ ലോസ് വന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ മാസം നമ്മൾ നെറ്റ് ലോസ് എന്ന് പറയുന്നത് 617 ആയിരുന്നു. അതായത് ഈ ഒരു ദിവസം ലോസ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് എത്രയാണ് 300 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കിട്ടേണ്ട മാസമാണ്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാമായിരുന്ന ഒരു മാസം നമ്മൾ ബൈ മിസ്റ്റേക്കിൽ ലോസ് കൊടുത്തുകൊണ്ടത് ആ മന്ത് ക്ലോസ് ചെയ്ത് നെറ്റ് ലോസിലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള എററുകൾ വരാതിരിക്കാൻ നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് നേരത്തെ വെക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ആ ക്വാണ്ടിറ്റി എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഇത് ഫയേഴ്സിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഫയേഴ്സ് യൂസ് ചെയ്യുന്നവർക്കായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിനകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ വയ്യ. അത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന പോലെ നമ്മൾ ചെയ്തു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കുന്നത് 2-3 രീതികളിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ബൈ മാർക്കറ്റ്, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ വിൻഡോ വരും. മാർക്കറ്റ് പ്രൈസിൽ ബൈ ഓർഡർ നമുക്കവിടെ കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു രീതി അതാണ്. ഇവിടെ ഞാൻ യൂണിറ്റ്സ് 65 അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ യൂണിറ്റ്സ് 65 അടിച്ച് കൊടുത്തേക്കുന്ന കൊണ്ടിട്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴൊക്കെ എവിടുന്നൊക്കെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുമ്പോൾ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എങ്ങനെയാണ് ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കാം? അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ഒരു ട്രേഡേ നമ്മൾ ഒരു ദിവസം എടുക്കുന്നുള്ളൂ. അപ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മളിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതായത് 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ പകുതി പൈസയ്ക്ക് ട്രേഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ 5,000 രൂപയ്ക്ക് ട്രേഡ് എടുക്കുന്നു. അതിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് 65. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി പോകാം. നമ്മളിവിടെ ഒരു ക്വാണ്ടിറ്റി എന്ന് എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് നമ്മുടെ കയ്യിൽ വേണ്ടുന്ന മാർജിൻ എന്ന് പറയുന്നത് 77 രൂപ 24 പൈസയാണ്. ഓക്കെ, അപ്പോൾ 77 രൂപ 24 പൈസ എന്ന് പറയുമ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. 5000 ഡിവൈഡഡ് ബൈ 77 രൂപ. അപ്പോൾ 5000 ഡിവൈഡഡ് ബൈ 77 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി 64.9 സംതിങ്സ് വരും. അപ്പോൾ നമ്മളിവിടെ റൗണ്ട് ചെയ്തിട്ട് 65 എന്ന് ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് 5000-ന് മുകളിൽ എക്സൈഡ് ചെയ്ത് പോകണ്ടെന്നുണ്ടെങ്കിൽ 64 ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ മൊത്തം ഇറക്കാൻ ഉദ്ദേശിക്കുന്ന തുക നമുക്കറിയാം 5000 ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എടുക്കേണ്ട 5000-നുള്ളിലുള്ള അല്ലെങ്കിൽ ജസ്റ്റ് 5000 വരുന്ന അത്രയും ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് കരുതുക. അതർവൈസ് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാതിരുന്ന ഒരു ദിവസമാണ് ഈ കാര്യം സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ 11 ക്വാണ്ടിറ്റി കയറി വന്ന് മാനുവലി എൻട്രി ചെയ്യാൻ പോയത് കൊണ്ടാണ്. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ആ പ്രശ്നം വരത്തില്ലായിരുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു രീതിയിലും കൂടെ നമുക്ക് എൻട്രി എടുക്കാം. അത് ഇതാണ്, ഈ ബി എന്ന് എഴുതി കാണിച്ചൊക്കെ റൗണ്ടിൽ കാണിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ വിൻഡോ വരും. ഇവിടെ ബൈ ഡിഫോൾട്ട് ഓരോ ഓർഡറേ വരത്തുള്ളൂ. അവിടെ നമുക്ക് പ്രത്യേകിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതിൽ ക്ലിക്ക് ചെയ്തെടുത്താൽ എപ്പോഴും ഒരു ക്വാണ്ടിറ്റിയേ വരത്തുള്ളൂ. ഇവിടെ നമ്മൾ മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ
ഇങ്ങനെ നമുക്ക് ഓർഡർ വിൻഡോ വരും. 65 ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അത് ഓട്ടോമാറ്റിക്കലി വരാൻ വേണ്ടി നമ്മൾ ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ പോയിട്ട് 1 എന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക എങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി വരാൻ നമ്മൾ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഈ പോർഷനിലാണ്. ഈ വിൻഡോയിൽ നമ്മൾ 65 കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ 65 വരും. അതല്ല എങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്ന വേറൊരു മാർഗ്ഗമുണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എൻട്രി ഇല്ല സ്റ്റോപ്പ് എൻട്രി ഏത് രീതിയിലാണോ ബൈ ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ബൈ സ്റ്റോപ്പ് ബൈ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ 65 ക്വാണ്ടിറ്റി വരും. അപ്പോൾ നിങ്ങൾ 2-3 കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു. ഇവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പഠിച്ചു, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ പഠിച്ചു, അതേപോലെ തന്നെ ഈ ബൈ ഇല്ലെങ്കിൽ സെല്ല് ഇവിടെ കിടക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ പഠിച്ചു. അതിനകത്ത് 2 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓർഡർ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ എടുക്കുമ്പോഴും നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ക്വാണ്ടിറ്റി എന്ന് പഠിച്ചു. ഓക്കെ, ഇനി ഇവിടെ മാത്രമല്ല പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്, ഇവിടെയും നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ബൈ മാർക്കറ്റ് ഓർഡർ ഇടുമ്പോഴും ഈ പ്രീസെറ്റ് ചെയ്ത ക്വാണ്ടിറ്റി വരും. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിൽ എൻട്രി ഇടുമ്പോഴും പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്വാണ്ടിറ്റി കയറി വന്നോളും. ഓക്കെ, അതേസമയം ഇവിടെ ക്ലിക്ക് ചെയ്ത് എടുക്കുമ്പോൾ മാത്രം 1 വരത്തുള്ളൂ, ഒറ്റ ക്വാണ്ടിറ്റി കാണിക്കത്തുള്ളൂ. നമ്മളവിടെ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാം. നേരത്തെ തന്നെ നമ്മൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ അതേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളത് അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കും? നമ്മൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മിസ്റ്റേക്ക് നമ്മൾ നോട്ട് ചെയ്തു, അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഇനി ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കാം? അത് വളരെ മികച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ദിവസം നമ്മൾ 250 രൂപ ലോസ്. ഈ 250 രൂപ ലോസ് വന്നതിൻ്റെ കാരണം ഫസ്റ്റ് ഒരു ലോസ് ആ ദിവസം നമുക്ക് കിട്ടി. 27-ാം തീയതി തിങ്കളാഴ്ച, മെയ് 27-ാം തീയതി തിങ്കളാഴ്ച. ഓക്കെ, ആ ദിവസത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ട്രേഡ് ആദ്യം ലോസ് അടിച്ചു, അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ട്രേഡും കൂടെ എടുത്തു. അങ്ങനെ 2 ട്രേഡിൻ്റെ 125 രൂപ വീതമാണ് 250 നമുക്ക് ലോസ് വന്നിട്ടുള്ളത്. അത് മെയ് മാസത്തിലാണ്. അപ്പോൾ ഈ 250 രൂപയുടെ ലോസ് വന്നിരുന്നില്ല എങ്കിൽ, ഒരു ട്രേഡിൽ നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ 125 രൂപ ലോസ്. അതായത് ഇവിടെ 617ൻ്റെ ലോസ് വരില്ല, പകരം അതിൽ നിന്നൊരു 100 രൂപയ്ക്ക് മുകളിൽ കുറവ് വന്നേനെ. അപ്പോൾ നമ്മുടെ ലോസ് കുറയ്ക്കാൻ പറ്റിയേനെ. അപ്പോൾ ഈ ട്രേഡ് എടുത്തത് പ്രോഫിറ്റിലായിരുന്നെങ്കിൽ ഓക്കെ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ചാൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഡിസിപ്ലിൻ ഇവിടെ തെറ്റിപ്പോവുകയാണ്. അപ്പോൾ ഡിസിപ്ലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ഒന്നും കൂടെ പറയാം. ആ സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം ഒരു ട്രേഡ് എടുത്താലും 10 ട്രേഡ് എടുത്താലും അതുകൊണ്ട് നമുക്ക് നെറ്റ് കിട്ടാൻ പോകുന്ന വ്യത്യാസം വളരെ വളരെ വലുതാണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ നല്ല രീതിയിൽ വിജയിക്കാനാണെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യൻ റോഡിൽ സ്പീഡിനെ പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ 100-120 കിലോമീറ്റർ സ്പീഡിൽ ബൈക്ക് ഓടിച്ചോ കാർ ഓടിച്ചോ പോകുന്ന ആൾക്കാർ നമ്മുടെ റോഡിലുണ്ട്. അതുപോലെ തന്നെ 35-40 കിലോമീറ്റർ ആവറേജ് സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇവർ തമ്മിലുള്ള 100 കിലോമീറ്റർ ഓടിക്കുമ്പോഴുള്ള ഇവർ തമ്മിലുള്ള ടൈം ഡിഫറൻസ്, ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് 7 മിനിറ്റ് 8 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ റോഡിനൊരു സ്പീഡുണ്ട്. അത് ഓൾറെഡി ഹൈവേ അതോറിറ്റി തന്നെ, ഇല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങളിൽ പറയുന്നത് തന്നെ 33-35 കിലോമീറ്ററാണ് നമ്മുടെ റോഡുകളുടെ ആവറേജ് സ്പീഡ് എന്നാണ്. പുതിയ ഹൈവേകൾ വന്നിട്ടുണ്ട്, അതുപോലെയുള്ള എക്സ്പ്രസ് വേകളെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ പോലെയുള്ള റോഡുകളിലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്, ആ റോഡിൻ്റെ സ്പീഡ് പറയുന്നത് 33-35ആണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജംഗ്ഷനുകൾ വരും, അതേപോലെ സിഗ്നൽസ് വരും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് ഒന്ന് അപകട സാധ്യത കുറഞ്ഞു, 2 അയാളുടെ ഇന്ധനക്ഷമത കൂടി, അപ്പോൾ ലാഭം അവിടെ കൂടി. എന്നാൽ സമയനഷ്ടം ഈ 100 കിലോമീറ്ററിന് മുകളിൽ സ്പീഡിൽ ഓടിക്കുന്ന ആളുമായിട്ട് ഏകദേശം ഒരു 7 മിനിറ്റ് 8 മിനിറ്റിൻ്റെ ടൈം ഡിഫറൻസേ 100 കിലോമീറ്റർ ഫിനിഷ് ചെയ്യുമ്പോൾ നെറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി പിന്നിലേക്കൊന്നും ആയി പോകത്തില്ല, അത് നമ്മുടെ തോന്നലാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഒത്തിരി നേരത്തെ എത്തും എന്നുള്ളത് നമ്മുടെ തോന്നലാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ
നമ്മൾ ഒരു ട്രേഡ് മാത്രം ഒരു ദിവസം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 ദിവസത്തേക്ക് നിങ്ങളുടെ ട്രേഡ് കൃത്യമായി കണക്കൂട്ടി എടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു ദിവസം 5 ട്രേഡോ 6 ട്രേഡോ നമ്മൾ എടുക്കാൻ പോയാലുള്ള വേറൊരു വലിയ പ്രശ്നമുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. ഇത് സെറോദയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്ററാണ്. നമ്മൾ 65 ക്വാണ്ടിറ്റി അവിടെ എൻട്രി ചെയ്ത് വെച്ചേക്കുന്ന കണ്ടല്ലോ. അപ്പോൾ 65 ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ ഒരു എൻട്രി എടുത്തു എന്ന് കണക്ക് കൂട്ടാം. 385 രൂപയാണ് ട്രേഡ് നടക്കുന്ന പ്രൈസ്. 385 രൂപയ്ക്ക് തന്നെ നമ്മൾ എൻട്രി എടുത്തു, അതിന് തന്നെ നമ്മൾ വിറ്റു. അതായത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ നെറ്റ് P&L വരാൻ പോകുന്നത് 26 രൂപ ലോസാണ്. കാരണം വേറൊന്നുമില്ല, ടോട്ടൽ ടാക്സും ചാർജസും എല്ലാം കൂടി 26 രൂപ ഒരു ട്രേഡിന് നമ്മൾ കൊടുക്കണം. 5000 രൂപ വെച്ചിട്ട് നമ്മൾ ഒരു ട്രേഡ് എടുത്താൽ ആക്ച്വലി നെറ്റ് ടേൺ ഓവർ ലിവറേജും കൂടെ കൂട്ടി വരുമ്പോൾ 5 ടൈംസ് ലിവറേജ് ഉണ്ട്, അതും കൂടെ കൂട്ടി വരുമ്പോൾ 50000 രൂപയുടെ ട്രേഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. നെറ്റ് ബൈയും സെല്ലും കൂടെയാണ് 50000 കേട്ടോ. അപ്പോൾ 50000 രൂപയുടെ ട്രേഡിലേക്ക് വരുമ്പോൾ നമ്മൾ ചാർജസ് ആയിട്ട് 26 രൂപ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 10 ട്രേഡ് എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 260 രൂപ നിങ്ങൾ ചാർജസ് ആയിട്ട് മാത്രം കൊടുത്തു എന്നുള്ളതാണ്. ഇനി ആ ട്രേഡുകൾ പ്രോഫിറ്റാണോ ലോസാണോ എന്നതിനനുസരിച്ച് നിങ്ങളുടെ ലാഭവും നഷ്ടവും കൂടുകയും കുറയുകയും ചെയ്യും. നേരെ മറിച്ച് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാർജസ് 100 ദിവസം ചെയ്താലും എത്ര ദിവസം ചെയ്താലും എല്ലാ ദിവസവും നിങ്ങൾ ഏകദേശം ഒരേ ചാർജ് ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലോസ് വന്നപ്പോൾ ഇരട്ടി നമ്മുടെ കൈനഷ്ടം വരികയും ചെയ്തു, ഒപ്പം ചാർജസും ഇരട്ടിയായി. 25-26 രൂപ എന്നുള്ളത് നമ്മളിവിടെ 2 തവണ കൊടുത്തു. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ലോസിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് വലുതാവുക. അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോയ പൈസ മാത്രമേ നമ്മുടെ കണക്കിലുള്ളൂ, ചാർജസ് നമ്മുടെ കയ്യിൽ നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. ഓക്കെ, ഇനി ലാഭം കിട്ടാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ നഷ്ടം കിട്ടിയ എല്ലാ ദിവസങ്ങളും നോക്ക്. 125 ആ ഒരു റേഞ്ചിൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ദിവസം വന്നിട്ട് നമ്മൾ നഷ്ടം കൊടുത്തു, അപ്പോൾ ഇരട്ടി ക്വാണ്ടിറ്റി നഷ്ടം കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി 2 ട്രേഡ് 3 ട്രേഡ് വിജയിക്കാനായിട്ട് ആക്ച്വലി നമുക്ക് വേണ്ട. മറിച്ച് ഇതുപോലെ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നെറ്റ് നിൽക്കുന്ന 377 രൂപ നെറ്റ് ലോസിലാണ്. അപ്പോൾ ഈ ഒരു ദിവസം മാത്രം നമ്മൾ 2 ട്രേഡ് എടുത്തുകൊണ്ട് 302 രൂപ ലോസ് കൊടുത്തു. ഇവിടെ ഈ ദിവസം ഒരു ട്രേഡ് എടുത്തിരുന്നുള്ളെങ്കിൽ നമ്മളിവിടെ ഇത്രയും ലോസിലേക്ക് പോകത്തില്ല. ഓക്കെ, അപ്പോൾ 2 ട്രേഡ് 3 ട്രേഡ് ഒന്നും വേണ്ട. നമ്മളിവിടെ ചെയ്തെടുക്കേണ്ടത് സൈക്കോളജി ശരിയാക്കുക എന്ന് എല്ലാവരും പറയും. സൈക്കോളജി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഒരു ഡിസിപ്ലിൻ, ഒരു റൂൾസ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റൂള് തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സ്ട്രിക്റ്റായിട്ട് ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്നാലാണ് നമുക്കിവിടെ സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റുന്നത്. നമ്മളിതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മൾ തന്നെയാണ്. റൂൾസ് തെറ്റിക്കുമ്പോഴാണ് ഇമോഷൻ കയറി വരുന്നത്. സോ ദാറ്റ് നിങ്ങളിങ്ങനെ കൂടുതൽ ട്രേഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ റിവഞ്ച് ട്രേഡ് മറ്റ് പല കാര്യങ്ങൾ ഇമോഷൻസൊക്കെ കയറി നിങ്ങൾ പല ട്രേഡുകൾ എടുക്കാൻ നിങ്ങളുടെ കൺട്രോളിൽ കാര്യങ്ങൾ നിൽക്കാതിരിക്കും. ഞാനിത് പറയുന്നത് കഴിഞ്ഞ 2.5-3 വർഷക്കാലം നമ്മൾ കാണിച്ച മിസ്റ്റേക്കുകളാണ്. നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ വരുവാണ്. അതായത് ഇങ്ങനെ ഒത്തിരി പേര് ഓൾറെഡി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒരു ട്രേഡ് മാത്രം ഒരു ദിവസം എടുക്കുക. അത് ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ അവിടെ വെച്ച് നിർത്തിയാൽ നമ്മൾ സേഫ് സൈഡിലാണ്. ലാഭമായാലും ശരി നഷ്ടമായാലും ശരി ട്രേഡുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മളുടെ കൺട്രോൾ വിട്ട് കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ കുറച്ച് കോംപ്ലിക്കേഷനിലേക്ക് പോകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിപ്പോണം. ഓക്കെ, അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ക്വാണ്ടിറ്റി എങ്ങനെ തീരുമാനിക്കും? ക്വാണ്ടിറ്റി തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 5000 റുപ്പീസാണ് ഒരു ദിവസം ട്രേഡിൽ അലോക്കേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു. 5000 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടത്, അത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 4500 രൂപയാണ് അതിൻ്റെ LTP വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമ്മളെടുത്തു. നമ്മളിവിടെ ബൈ ചെയ്യാനായിട്ട് ഓർഡർ ഇടുമ്പോൾ 5 ക്വാണ്ടിറ്റി ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ 4500 രൂപയാണ് ഈ 5 ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ. ഇത് മാറ്റിയിട്ട് ഞാനൊരു 6 ക്വാണ്ടിറ്റി ആക്കി കഴിഞ്ഞാൽ എൻ്റെ കണ്ടോ 5500 ആയി. അപ്പോൾ 5500ലേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് 5000 താഴെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് 5 ക്വാണ്ടിറ്റീസ്. ഇങ്ങനെ ഞാൻ ഈ വാച്ച് ലിസ്റ്റിലുള്ള എല്ലാ സ്റ്റോക്കുകൾക്കും അതർവൈസ് ഞാൻ ട്രേഡ് എടുക്കാൻ സാധ്യതയുള്ള എല്ലാ സ്റ്റോക്കുകൾക്കും ഞാൻ ഓട്ടോമാറ്റിക്കലി ആ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ 4582 8 ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മളവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അത് നമ്മൾ ഇവിടെയാണ് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഡോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ വിൻഡോയിൽ യൂണിറ്റ്സ് നിങ്ങൾക്ക്
എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നീട് ഓട്ടോമാറ്റിക്കലി അതേ വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, 5000 രൂപയുടെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ 1 എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര രൂപ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം, 592 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷെയർ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മളത് 5000-ത്തിനാണെങ്കിൽ നമുക്ക് 5 എടുക്കാം അല്ലേ. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5000 ആകുമ്പോൾ 5 ക്വാണ്ടിറ്റി എടുത്താൽ നമുക്ക് 2968. അതിനകത്ത് എന്തോ എറർ വന്നതാണോ എന്തോ, അല്ല, കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ 8 ക്വാണ്ടിറ്റി വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിക്കണം, 5000 ഡിവൈഡഡ് ബൈ ഒരു ക്വാണ്ടിറ്റി എടുത്താൽ എത്ര വരും. അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊണ്ട് ഒരു ക്വാണ്ടിറ്റിയുടെ വില അറിയാം. ആ ഒരു ക്വാണ്ടിറ്റിയുടെ വില അറിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് ഹരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി കാണിക്കുന്നു അത് നിങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുമ്പോഴും നിങ്ങൾ ഫിക്സ് ചെയ്തേക്കുന്ന എമൗണ്ട് എത്രയാണ്. ഇപ്പോൾ 5000 ആണെങ്കിൽ 8, അപ്പോൾ 10000 ആണെങ്കിൽ എത്രയാണ്, 16. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണോ, എത്ര തുകയാണോ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച്. അപ്പോൾ എൻ്റെ ട്രേഡിംഗ് ലോസ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 125 ആണ്. 125 എന്ന് പറയുമ്പോൾ അത്രയും നഷ്ടം വരാനായിട്ട് നമുക്ക് വേണ്ടത് 5000 രൂപയാണ്. അത് വെച്ചിട്ടാണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. രണ്ടാമത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ സൈക്കോളജി മാനസികാവസ്ഥ ശരിയായാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, പട്ടാളക്കാരുടെ പല ദേശത്തുനിന്ന് പല ഭാഷയിൽ സംസാരിക്കുന്ന, പല സംസ്കാരങ്ങളിൽ വളർന്ന, പല ദേശത്തുനിന്ന് വന്ന പല ആൾക്കാർ ചേർന്നിട്ടാണ് ഒരു മിലിറ്ററി ഫോം ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ ഏത് രാജ്യത്തെ ആയാലും പല തരത്തിലുള്ള സ്വഭാവക്കാരുണ്ടാവും. പക്ഷേ ഇവരൊക്കെ പട്ടാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ പിന്നെ ഇവരെല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരേ മനസ്സോടുകൂടി ഒരേ സ്വഭാവത്തോടു കൂടി പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് സാധിക്കുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ ട്രെയിനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ടേൺ, ലെഫ്റ്റ് ടേൺ, പിച്ചേ മോഡ്, ആകെ ചൽ, ഇങ്ങനെ ഒത്തിരി കമാൻഡുകൾ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന അവരുടെ പരേഡിനുള്ള കമാൻഡുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ NCCയോ പോലീസ് കേഡറ്റോ ഒക്കെ നമ്മൾ പലതരത്തിൽ പരേഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഈ കമാൻഡുകൾ? കമാൻഡെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ആജ്ഞയാണ്, ആജ്ഞാപിക്കലാണ്. അപ്പോൾ ഈ കമാൻഡിന് കീഴിൽ അവർ പറയുന്നത് അനുസരിച്ച് ഉൾക്കൊണ്ട് ഡിസിപ്ലിനോടുകൂടെ ഇയാൾ വർക്ക് ചെയ്യണം. അതിനുള്ളൊരു ട്രെയിനിങ് ആണ്. ഇടത്തോട്ട് തിരിയൂ, വലത്തോട്ട് തിരിയൂ. ഇപ്പോൾ ആനേനെ കണ്ടിട്ടില്ലേ, ഇടത്താനെ വലത്താനെ. അപ്പോൾ ആ പറയുന്ന കമാൻഡുകൾ കേട്ട് ശീലിച്ച് പിന്നെ ആന എങ്ങോട്ടെങ്കിലും തിരിയണമെങ്കിൽ ഈ കമാൻഡ് കിട്ടിയാലേ ആന തിരിയത്തുള്ളൂ. മനുഷ്യനും പട്ടാളത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ അതിനുള്ള കമാൻഡ് മുകളിൽ നിന്ന് വന്നാൽ മാത്രമേ അയാളത് ചെയ്യത്തുള്ളൂ. സോ ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നമുക്കിവിടെ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരു നിയമം നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കണം. കാരണം നമുക്ക് മുകളിൽ ഒരു കമാൻഡൻ്റ് ഒന്നും ഇല്ല നമ്മളിങ്ങനെ ചെയ്യാവുള്ളെന്ന് പറഞ്ഞു തരാൻ. നമ്മൾ തന്നെ നമുക്കുള്ള റൂൾസ് സെറ്റ് ചെയ്യണം. നമ്മൾ ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസം എത്ര രൂപയാണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസം എത്ര ട്രേഡാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം നമ്മൾ വിജയകരമായി ട്രേഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരാൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ടതാണ്. ഇതെല്ലാം തീരുമാനിച്ച് എഴുതി വെക്കണം. ഞാൻ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്, അടുത്ത 100 ദിവസം ഇതല്ലാതെ, ഈ ഒരു രീതിയിലല്ലാതെ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഓരോ ദിവസവും ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ റൂൾസ് അനുസരിച്ചാണോ ഞാൻ ട്രേഡ് എടുത്തത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ റൂൾസിനകത്ത് എല്ലാം വരും. നമ്മളുടെ എൻട്രി പോയിൻ്റ്, ഇപ്പോൾ ഈ ഒരു ദിവസം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുമായിരുന്നു എങ്കിൽ നമ്മൾ നമ്മുടെ ഒരു എൻട്രി രീതി, നമ്മുടെ പ്രൈസ് ആക്ഷൻ രീതി വെച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ലോ മാർക്ക് ചെയ്യണം, അതേപോലെ തന്നെ പ്രീവിയസ് ഡേയിലെ ഹൈയും മാർക്ക് ചെയ്യണം. ഈ ഹൈയും ലോയും മാർക്ക് ചെയ്തതിന് ശേഷം ഇത് താഴത്തേക്ക് കട്ട് ചെയ്തു. പിന്നീട് പ്രൈസ് ആക്ഷൻ പോയിന്റിൽ വന്ന് ടച്ച് ചെയ്തു, റീടെസ്റ്റ് വന്നു. ഈ റീടെസ്റ്റ് വന്നിട്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്ത് നമ്മൾ എൻട്രി എടുക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എങ്ങോട്ടാണ് എൻട്രി എടുക്കുന്നത്, ഇതിന് തിരിച്ച് റിവേഴ്സ് കട്ട് ചെയ്ത് മേളിൽ പോയി കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമ്മൾ എൻട്രി എടുക്കും. അപ്പോൾ അത് നമ്മുടെ റൂളാണ്. ഇത് നമ്മൾ മാക്സിമം തെറ്റിക്കാറില്ല. അതർവൈസ് ഇത് തെറ്റിച്ചപ്പോഴൊക്കെ നമുക്ക് പണി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ
ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോയിൽ നമുക്കിവിടെ എൻട്രി പോയിൻ്റ് ഉണ്ടായിരുന്നു. ഗ്രീൻ ക്യാൻഡിൽ ലോയിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തോ അതോ നമ്മൾ വിൻ ചെയ്തോ എന്നതിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ റൂള് പാലിച്ചോ എന്നുള്ളതിനാണ്. ഇവിടെ നമ്മൾ ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. പക്ഷേ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മാനസികമായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? നമ്മൾ നമ്മുടെ നിയമം അനുസരിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ലാഭമോ നഷ്ടമോ എന്നത് പ്രശ്നമല്ല. നമ്മൾ നമ്മുടെ നിയമം തെറ്റിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക, ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. അത് നമ്മൾ തെറ്റിക്കുന്നില്ല എങ്കിൽ നമുക്ക് വളരെ മികച്ച റിസൾട്ട് കിട്ടും. നമ്മൾ തെറ്റിച്ചത് കണ്ടല്ലോ, ഇവിടെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തെറ്റ് വരുത്തി. കാരണം നമ്മൾ മുൻകൂട്ടി അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നില്ല. ആ തെറ്റിന് ശേഷമാണ് ഞാൻ തന്നെ എല്ലാ സ്റ്റോക്കിലും 5000 താഴെ ക്വാണ്ടിറ്റി വരാൻ പാകത്തിന് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത്. അതിനുശേഷം ഇങ്ങോട്ട് അതുപോലെ വലിയൊരു പ്രശ്നം എററും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു തെറ്റ് വന്നപ്പോൾ നമ്മളത് തിരുത്തി. ആരാണേലും ചെയ്തു തുടങ്ങുമ്പോൾ തെറ്റൊക്കെ വരും, കുഴപ്പമില്ല. അത് നിങ്ങൾ അതനുസരിച്ച് തിരുത്തി മുന്നോട്ട് പോവുക. പിന്നീട് ആ തെറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിലോ ഈ ലോസിൻ്റെ സ്ഥാനത്ത് ഹ്യൂജ് ലോസ് നമുക്ക് കാണേണ്ടി വന്നേനെ. പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3. ഈ 3 ദിവസങ്ങളിൽ നമ്മൾ ഓവർ ട്രേഡ് എടുത്തു. ഒരു ട്രേഡ് ഒരു ദിവസം എടുക്കാൻ നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഈ 3 ദിവസങ്ങളിൽ നമ്മൾ 2 ട്രേഡ് വീതം എടുത്തു. അപ്പോൾ 3 ദിവസം 2 ട്രേഡ് വീതം എടുത്തെന്ന് പറഞ്ഞ് 250 രൂപ വെച്ചിട്ട് ലോസ് വന്നു ഒരു ദിവസം. അപ്പോൾ 250 × 3 നമ്മൾ കണക്ക് കൂട്ടിയാൽ നമുക്ക് 750 രൂപ ലോസ് വന്നു. നേരെ മറിച്ച് ഒരു ട്രേഡേ നമ്മൾ എടുത്തിരുന്നുള്ളെങ്കിൽ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് മീൻസ് 375 രൂപയെ നമുക്ക് ലോസ് വരത്തുള്ളായിരുന്നു ഈ 3 ദിവസങ്ങൾ കൊണ്ട്. ഓക്കെ, അങ്ങനെ 375 രൂപയെ ലോസ് വന്നുള്ളെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ 0 വന്നേനെ. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നെറ്റ് ലോസ് 377 രൂപ ലോസ് വന്നേക്കുന്നത്? നമ്മൾ ഈ ഓവർ ട്രേഡ് ഓരോ ദിവസം 3 ദിവസങ്ങളിൽ ഓവർ ട്രേഡ് ചെയ്തു, 3 ട്രേഡ് എക്സ്ട്രാ വന്നു. അതിൻ്റെ ലോസ് 125 × 3, അതാണ് ഇവിടെ ലോസായിട്ട് കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ വരുത്തിയ മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് ഓരോ ട്രേഡർമാരും തോറ്റുപോകുന്നത്. അല്ലാതെ മാർക്കറ്റ് നമ്മളോടൊരു പ്രതികാര ബുദ്ധിയോടുകൂടെ ഒന്നും ചെയ്യുന്നില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് പോയി, അപ്പോൾ നമ്മളോട് മാർക്കറ്റ് എന്തോ ക്രൂരത കാണിക്കുന്നു. അത് തെറ്റാണ്. നമ്മുടെ വിജയവും നമ്മുടെ തോൽവിയും നമ്മുടെ മാത്രം കൈകളിലാണ്. അപ്പോൾ ഓവർ ട്രേഡ് വരുന്നതും അതുപോലെ എൻട്രി എടുക്കേണ്ടാത്ത പോയിന്റിൽ പോയിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നതും എല്ലാം നമ്മുടെ സൈക്കോളജിയുടെ ഭാഗമാണ്. ഈ സൈക്കോളജി കറക്റ്റാക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ റൂൾസ് ഉണ്ടാക്കി വെക്കുക, ആ റൂൾസ് അനുസരിച്ച് ട്രേഡ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ എത്ര തവണ റൂൾ തെറ്റിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്യുക. ഈ റൂള് നിങ്ങൾ കണ്ടിന്യൂസ്ലി തെറ്റിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്തും വിജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. റൂള് നമ്മൾ തെറ്റിക്കുന്നില്ല എങ്കിൽ നമ്മൾ വളരെ വേഗം വിജയത്തിലേക്ക് എത്തും. ഡിസിപ്ലിനാണ് പ്രധാനം. ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരം പോലെയാണ്. ആമ വളരെ പതുക്കെയായിരുന്നു, പക്ഷേ ആമ വളരെ ഡിസിപ്ലിനായിട്ട് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നു. മുയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റായിരുന്നു, പക്ഷേ മുയൽ ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. മുയൽ അലസനായിട്ട് കിടന്നുറങ്ങി. സോ മുയൽ തോറ്റു. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര ട്രേഡ് ചെയ്തു എന്നതിലല്ല കാര്യം, നിങ്ങൾ എത്ര വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി എന്നതിലുമല്ല കാര്യം. കൂടുതൽ കാലം ഒരേപോലെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്, ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് പോലെ വികാരമൊന്നുമില്ലാതെ ഒരു ട്രേഡ് എടുക്കും ഒരു ദിവസം. അത് ലോസ് അടിച്ചാലും ശരി പ്രോഫിറ്റ് അടിച്ചാലും ശരി, അന്ന് ആ ട്രേഡ് അവിടെ നിങ്ങൾ നിർത്തുമെങ്കിൽ, ഇപ്പോൾ എൻ്റെ ലൈവ് എക്സാമ്പിൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഈ സ്ഥാനത്ത് 0 ലോസ് എന്ന് കണ്ടേനെ. ഓക്കെ, ഈ മിസ്റ്റേക്ക് വന്നതിനെ ഒഴിച്ചു നിർത്തിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം 3 ദിവസത്തെ ഓവർ ട്രേഡ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കിനും ഇത്രമാത്രം പ്രസക്തി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ തൊട്ട് വീണ്ടും ലൈവ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ലൈവ് ട്രേഡ് വീഡിയോസ് നാളെ തൊട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത്, ഒപ്പം റൂൾസൊന്നും ഉണ്ടാക്കി വെക്കാത്ത ആൾക്കാരാണ് റൂൾസൊക്കെ കൃത്യമായിട്ട് എഴുതുക. ഇപ്പോൾ ജേണൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഏകദേശം കണ്ടു. ഇപ്പോൾ നിങ്ങളുടേതായ സ്റ്റൈലിൽ ഇതുപോലെ ചെയ്താൽ മതി. ജേണൽ ചെയ്യുക. അതെങ്ങനെ സിസ്റ്റത്തിൽ തന്നെ സേവ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് അതെങ്ങനെ സേവ് ചെയ്ത് വെക്കാം, വെബ്സൈറ്റിൽ അതെങ്ങനെ എടുക്കാം എന്നുള്ളത് കണ്ടു, നമ്മൾ പഠിച്ചു. ഒപ്പം തന്നെ നമ്മളെങ്ങനെയാണ് ATR യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു
ATR യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. NDPC നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാനുണ്ടായ കാരണം ജസ്റ്റ് ഒരിക്കൽ കൂടെ അതും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ഡേ ക്യാൻഡിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുവാണ്, ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, നമ്മുടെ നെറ്റിന് ചെറിയൊരു സ്ലോ കാണിക്കുന്നു. ഇത് വരാൻ വന്നു. അപ്പോൾ ഇത് നമ്മൾ ഡേ ക്യാൻഡിലാണ് കാണുന്നത്. ഫസ്റ്റ് ഡേ ക്യാൻഡിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ATR ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയും. ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ സ്റ്റോക്ക് സപ്പോസ് ഈ ഒരു ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് അളന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ വരെ, അതായത് ലോ ടു ഹൈ, ഇത് 4% ആണ് അന്നത്തെ ദിവസം മൂവ് ചെയ്തേക്കുന്നത്, 4.59. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ATR എടുത്തപ്പോൾ നമ്മൾ കണ്ടു, ഇതാണ് ഇതിൻ്റെ ATR. ഇവിടെ നമുക്ക് കർസർ വയ്ക്കുമ്പോൾ കാണാം 9 രൂപ 68 പൈസയാണ് ഡെയിലി ATR വരുന്നത്. 9 രൂപ 68 പൈസ എന്ന് പറയുമ്പോൾ എത്ര രൂപയുള്ള സ്റ്റോക്കിനാണ്? ഇന്നത്തെ സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് 385 ആണ്. അപ്പം 385 രൂപയ്ക്ക് 9 രൂപ 68 പൈസ. ഈ 68 പൈസ എന്നുള്ളത് ഞാൻ എടുക്കുന്നില്ല, 9 രൂപ ഞാൻ എടുക്കുവാണ്. 9 ഡിവൈഡഡ് ബൈ 385 രൂപ. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 385 ഇൻറ്റു 100 ഈസ് ഇക്വൽ ടു 2.33% ആണ്. ഓക്കെ, അതായത് ഒരു ദിവസത്തെ ആവറേജ് ചേഞ്ച് 2.33% ആണ്. അപ്പം മിനിമം 2% മുകളിൽ പെർസെൻറ്റേജ് ചേഞ്ച് ATR തരുന്ന സ്റ്റോക്കുകളിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാറുള്ളൂ. കാരണം വേറൊന്നുമല്ല, നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത് 0.5% സ്റ്റോപ്പ് ലോസും 1% ടാർഗറ്റും നമുക്ക് മിനിമം കിട്ടണം. അപ്പോൾ 0.5 + 1 എന്ന് പറയുമ്പോൾ 1.5% നമുക്ക് കിട്ടണമെങ്കിൽ ആ സ്റ്റോക്ക് ആ ദിവസം ചുരുങ്ങിയത് 2% മൂവ് ചെയ്താലേ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാം ഒരു ദിവസം, ഒരു പക്ഷേ, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടാം. സ്റ്റോപ്പ് ലോസ് ആയാലും കുഴപ്പം നമുക്കില്ല, ടാർഗറ്റ് ആയാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ടിലൊന്ന് നമുക്ക് കിട്ടണമെങ്കിൽ ആ സ്റ്റോക്ക് ഒരു ദിവസം ചുരുങ്ങിയത് 2% മൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് 1.5% അതിനുള്ളിൽ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് 2% മിനിമം ഉള്ള സ്റ്റോക്കുകളിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ലോ ടു ഹൈ മൂവ് ചെയ്തേക്കുന്നത് 3.25 ആണ്. അതായത് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 1:2 അല്ല, അതിന് മുകളിലും കിട്ടുമായിരുന്നു. അപ്പോൾ മിനിമം 1:2 നമുക്ക് കിട്ടണം. അതാണ് ATRൻ്റെ പ്രസക്തി. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളതൊന്ന് വിശദമായിട്ട് തന്നെ കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മുതൽ നമുക്ക് മറ്റ് ലൈവ് ട്രേഡ് വീഡിയോകളുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.